മോഹം കൊണ്ടു ഞാൻ ദൂരേതോ. ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ പാട്ടിന്റെ പിന്നിൽ ഒരു വേദനയുടെ കഥയുണ്ടെന്ന് അധികം ആർക്കും ഒന്നും അറിയാൻ സാധ്യതയില്ല. അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ മ്യൂസിക് സ്റ്റോറീസിൽ. ഈ പാട്ടിന്റെ ചിത്രീകരണം വളരെ മോശമാക്കി ബാലചന്ദ്രൻ മേനോൻ എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ അത് അങ്ങനെയല്ല. ഈ പാട്ടിന്റെ സീൻ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ഒരുമിച്ച് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള പാട്ട് മകന് വേണ്ടി അമ്മ പാടി കൊടുക്കുന്നതാണ്. ഈ പാട്ട് ജോഗരാഗത്തിലാണ് നമ്മുടെ ജോൺസൺ മാഷ് ഈണം നൽകിയിട്ടുള്ളത്. ഇത് പാടിയിട്ടുള്ളത് എസ് ജാനകിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ പാട്ട് എഴുതിയിട്ടുള്ള കോന്നിയൂർ ഭാസിനെ എല്ലാവർക്കും അങ്ങനെ അറിയണമെന്നില്ല. അദ്ദേഹം എഴുതിയ പാട്ടുകളെല്ലാം ഹിറ്റായെങ്കിലും അതെല്ലാം മറ്റുള്ളവരുടെ പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിന് വളരെയധികം മാനസികാഘാതം ഉണ്ടാക്കി. അദ്ദേഹം എഴുതി ഹിറ്റായ പാട്ടുകളിൽ അഹത്തിലെ നന്ദി ആരോട് ചൊല്ലേണ്ടു, കാര്യം നിസ്സാരത്തിലെ കൺമണി പൊന്മണിയെ, പിന്നെ കളിപ്പാട്ടത്തിലെ മിഴിയഴകും മൊഴിയഴകും, അങ്ങനെ അനേകം പാട്ടുകളുണ്ട്. പക്ഷെ ഈ പാട്ടുകളെല്ലാം കോന്നിയൂർ ഭാസാണ് എഴുതിയെന്ന് പലർക്കും അറിയില്ല. അയിത്തം, എ ഓട്ടോ എന്നീ സിനിമകളിലൊക്കെ സഹസംവിധായകനായി അദ്ദേഹം ബാലചന്ദ്ര മേനോനും വേണു നാഗവള്ളിക്കും ഒക്കെ ഒപ്പം സംവിധാനം ചെയ്തിട്ടുണ്ട്. സിനിമാ പാട്ടിലൂടെയായിരിക്കും തന്റെ ജീവിതം രക്ഷപ്പെടുക എന്ന് അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. അദ്ദേഹത്തിന് സിനിമാ രംഗത്ത് പാട്ടുകൾ എഴുതുന്ന യാതൊരു തരത്തിലുള്ള അംഗീകാരങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. 1996 ഡിസംബർ 2-ാം തീയതി ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞതിന് പിന്നിലെ കഥ എന്തെന്നറിയൂ? അഹത്തിലെ നന്ദി ആരോട് ചൊല്ലേണ്ടു എന്ന പാട്ട് ഹിറ്റാവുകയും അതിന് പിന്നാലെ ധാരാളം അവസരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുകയും ഒന്നും അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ലഭിക്കാത്തതുകൊണ്ട് അദ്ദേഹം മാനസികമായി തളർന്നു. ആ മാനസിക തകർച്ചയാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം സിനിമാ പാട്ടുകളുടെ മധു തേടി ദൂരെ എങ്ങോ മറഞ്ഞു പോയിരിക്കുകയാണ്. ആ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മ്യൂസിക് സ്റ്റോറീസിൽ ആരതി കൃഷ്ണൻ. ബൈ ബൈ.